നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോപ്പ അമേരിക്ക വിജയാഘോഷത്തിനിടയ്ക്ക് അർജന്റീൻ ഫ്രഞ്ച് താരങ്ങളെ വംശീയമായി അധിക്ഷേപിക്കുന്ന തരത്തിൽ വളരെ മോശമായ ഒരു ചാൻഡ് പാടുകയും അത് എൻസോ ഫെർണാണ്ടസ് ലൈവ് ഇടുകയും ചെയ്ത് വലിയ വിവാദമായിരുന്നല്ലോ. അതിനെക്കുറിച്ച് പലതരത്തിലുള്ള ചർച്ചകൾ നടന്നു. അർജന്റീനയുടെ വൈസ് പ്രസിഡന്റിന്റെ ട്വീറ്റ് വിവാദമായി. ഫ്രാൻസിനോട് മാപ്പ് പറഞ്ഞു. ഫ്രാൻസിന്റെ സ്പോർട്സ് മിനിസ്റ്റർ പ്രതികരിച്ചു. ഫ്രഞ്ച് താരങ്ങൾ പ്രതികരിച്ചു. അർജന്റീനയുടെ പല താരങ്ങളും പ്രതികരിച്ചു. ചെൽസിയുടെ കോച്ച് പ്രതികരിച്ചു. ചെൽസിയുടെ ക്യാപ്റ്റൻ പ്രതികരിച്ചു. ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴും അന്ന് സോഷ്യൽ മീഡിയയിൽ മാപ്പ് എഴുതിയിട്ട് പോയ എൻസോ പിന്നെ അതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ ആദ്യമായിട്ട് അദ്ദേഹം ആ ഒരു വിവാദങ്ങൾ കത്തി നിൽക്കുന്നതിനെ കുറിച്ച് തൻ്റെ മൗനം വെടിഞ്ഞുകൊണ്ട് ചില വാക്കുകൾ, വളരെ ചുരുങ്ങിയ ചില വാക്കുകൾ സംസാരിച്ചിട്ടുണ്ട്. അത് അർജന്റീൻ മാധ്യമം TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ഞാൻ ഓൾറെഡി അതിന് മാപ്പ് പറഞ്ഞു കഴിഞ്ഞതാണല്ലോ, ആ സബ്ജക്റ്റ് അവിടെ തീർന്നതാണല്ലോ എന്നാണ്. ഇപ്പോൾ അമേരിക്ക TVയോട് വളരെ കുറഞ്ഞ ചില വാക്കുകൾ അദ്ദേഹം പറയുന്നത്, ഞാൻ ഓൾറെഡി അതിന് മാപ്പ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, എല്ലാം ഇപ്പോൾ ഫൈനാണ്, ഓക്കെയാണ്, എനിക്കിനി ആ ഇഷ്യൂവിനെ കുറിച്ച് കൂടുതൽ ഇപ്പോൾ സംസാരിക്കാൻ പറ്റില്ല, ഞാൻ എൻ്റെ ക്ലബിലേക്ക് മടങ്ങി പോവുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും ഈ ഒരു വിഷയം ഇപ്പോൾ ഇന്റേണലി ഇൻവെസ്റ്റിഗേഷനൊക്കെ നടത്തുകയാണല്ലോ ചെൽസി. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തർക്കത്തിനില്ല, സംസാരത്തിനില്ല, ചർച്ചയ്ക്കില്ല എന്നാണ് ഇപ്പോൾ എൻസോ ഫെർണാണ്ടസ് പറയുന്നത്. ബാക്കി കാര്യങ്ങൾ അദ്ദേഹം ക്ലബിലെത്തിയതിന് ശേഷം എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളത് ആരാധകർ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുകയുമാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ടീമിലെ താരങ്ങൾ തന്നെ, ഫ്രഞ്ച് താരങ്ങളായിട്ടുള്ളവരും മറ്റുമൊക്കെ തന്നെ അതിശക്തമായ ഭാഷയിൽ അദ്ദേഹത്തിനെതിരെ രംഗത്തേക്ക് വന്നിരുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.